സോ വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ അടുത്ത ദിവസം സാനിയയിൽ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇതേപോലെ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ എണീറ്റപ്പം എത്ര മണിയായി പോകാനായി? 12 മണിക്ക് എണീറ്റു, 1 മണിയായി. ഇന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിനുശേഷം ഇവിടെ 2-3 അട്രാക്ഷൻ. ഒന്ന് വൂജിജോ ഐലൻഡ് ആണ്. അവിടെ പോകണമെങ്കിൽ 160 യുവാനാണ്. ഈ പറഞ്ഞ പോലെ ഒരു 1700 രൂപ ഒരു ഫെറിയിൽ വേണം പോകാനായിട്ട്. പക്ഷെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ട പോലെ തന്നെ ബീച്ചാണ്, കുറച്ചും കൂടെ നല്ല ക്ലിയർ വാട്ടർ ആണ്. അവിടെ വാട്ടർ സ്പോർട്സ് കുറച്ചും കൂടെ ഒക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വാട്ടർ സ്പോർട്സ് അത്ര ഒരു ഇൻട്രസ്റ്റഡ് അല്ല. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മങ്കി ഐലൻഡ് ഉണ്ട്. അവിടെ കേബിൾ കാർ വഴി പോവാം, അല്ലെങ്കിൽ ബോട്ട് വഴി പോവാം. അതും ഏകദേശം ഇത്രയും കോസ്റ്റ് തന്നെയാണ് വരുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോറസ്റ്റ് ആണ്, ഇതിനൊരു മൗണ്ടൈൻ ആണ്. അവിടുന്ന് ഈ ഒരു എന്താ പറയുക, സാനിയയുടെ ഒരു നല്ല വ്യൂ കിട്ടും, ഈ ഒരു ഐലൻഡിൻ്റെ വ്യൂ കിട്ടും. അതാണ് മറ്റത്. പിന്നെ ഒന്നൊരു യാലോങ് ഫോറസ്റ്റ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അതിങ്ങനെ കുറേ ക്ലൈംബിങ് സ്റ്റെപ്പൊക്കെ കയറി ഒരു ചെറിയ കുന്നാണ്, അതിൻ്റെ മുകളിൽ കയറി നല്ലൊരു വ്യൂ കിട്ടും. ഇത്രയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ആണ് നമ്മളൊരു സ്കൂട്ടി റെന്റ് ചെയ്തിട്ട് നമ്മളെ എന്താ പറയുക, മൊത്തം ഈ ഐലൻഡ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് കാണുക. നിഷാദിക്കും ജസീമിക്കും പോയിട്ട് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞാൻ ഷുഹൈബ് പവനായി, ഞങ്ങൾ 3 പേരും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിനുള്ളൊരു തീരുമാനം എടുക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ലെറ്റ്സ് സീ. സോ ഗൈസ്, പുറത്തിറങ്ങി നല്ല വെയിലാണ്. നമുക്കിവിടെ തൊട്ട് പുറത്ത് മെഗ്ഡി ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ അറിയോ, മെഗ്ഡിയിൽ കഴിക്കണ ഒരു സുഖമല്ല പോനെ. നമ്മൾ ചൈനീസ് ഫുഡ് ഇവിടെ വരെ കഷ്ടപ്പെട്ട് വന്നിട്ട് മെഗ്ഡി കഴിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഹാവ് ചൈനീസ് ഫുഡ്. ഭയങ്കര ചൂടൊന്നും ഇല്ല കേട്ടോ, അല്ലെ? വെയിലുണ്ടെങ്കിലും ഹ്യൂമിഡിറ്റി ഇല്ല, അതാണ് ഒരു പ്രധാന കാര്യം. ഇത് ഉണ്ടാക്കിക്കണത് മൊത്തം റഷ്യക്കാർക്ക് വേണ്ടിട്ടാ തോന്നുന്നുണ്ട്. എല്ലായിടത്തും റഷ്യനാണ്. പിന്നെ ഇന്നലെ കുറച്ച് ഇവരെ കണ്ട്, കസാക്കിസ്ഥാൻകാരെ കണ്ട്. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ആ ഭാഗത്തു നിന്നാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. ടൗലിയാങ്കട. അപ്പൊ നോക്കാം എന്താ കഴിക്കാൻ പറ്റും. നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാനുള്ള ഒരു മൂഡാണ്. കുറെ ദിവസമായി ഫ്രൈഡ് റൈസ് വെച്ചിട്ട് മിയാനാണ് കഴിക്കുന്നത്. ഫുള്ള് നൂഡിൽസാണ് കഴിക്കുന്നത്. നോക്കാം. അപ്പോൾ നിഷാദിക്കും ഷുഹൈബിക്കും പോയിട്ട് ഒരു കട കണ്ടുപിടിച്ചിരുന്നു. ഒരു ഭയങ്കര ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് കിട്ടുന്ന കട. ഒരു കുഞ്ഞി കടയാണ്. കാരണം ഇവിടെ പുറത്ത് തന്നെ ഫ്രൈഡ് റൈസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ കട, കുഞ്ഞു കട. പക്ഷെ ഇങ്ങനത്തെ കുഞ്ഞു കടയാണെങ്കിലും നല്ല ടേസ്റ്റുള്ള കടകളുണ്ടാവും. ചിലപ്പം വലിയ വലിയ റെസ്റ്റോറൻറ്റ് പോയിട്ട്. പക്ഷെ ഇന്നലെ നമ്മൾ പോയ മറ്റേ ന്യൂറോമിയാൻ അല്ലേ, ദാവൂദ് കഴിക്കുന്നത് നല്ല സാധനം. ഇത് നല്ല സാധനമാണ്, അത് കഴിക്കാം. അത് നല്ല സാധനം. ഇങ്ങനെ ഫോട്ടോ ഉള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നോക്കി ഓർഡർ ചെയ്യാം. ചൈനീസ് അറിയാത്തവരാണെങ്കിലും കണ്ടാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇവിടെ വരുന്നവരെന്താ അറിയോ, ഒരു ചൈനക്കാരനെങ്കിലും ഫ്രണ്ട് ആക്കി കൂടെ കൊണ്ടുവരല്ലോ അവനെ. എന്ത് കഴിക്കണം, പച്ചവെള്ളം കിട്ടൂല ചിലപ്പോ. പിന്നെ ബേസിക് വേർഡുകള്, ആപ്പിളും എന്തായാലും വേണം. ഏതാ പറയുക, വീചാറ്റ്, അലിപേ. പക്ഷെ അതൊന്നും അറിയില്ല, അതൊക്കെ ചൈനക്കാരനെ നടക്കുള്ളൂ. വടി കൊടുത്തിരിക്കണേ കാണിക്കാനാ. അല്ല, ഒരെണ്ണം വേറെ പറയും. അത് ഒരെണ്ണം വേറെ പറഞ്ഞോ. യോ ന്യൂറോദ യോ ന്യൂറോദ. നീ സാനിയ的吗？啊？东北എവിടെ? നോർത്ത്.什么地方？东北的。山东的。长春വേറെ സ്ഥലം. പ്രൊവിൻസിൽ എന്താ പറയാ?我们去湖北的，我们是山东的吗？不是山东的，离山东不远。你们是哪儿的？我们湖北的雪山，不是现在。不是现在，我们毕业了，2017毕业了。അപ്പൊ ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കുറച്ച് വേർഡുകൾ പറഞ്ഞെടുത്തേ. നീഹാവോ ഒന്നും വേണ്ട. വെള്ളം, ഷുയ് വെള്ളം. പിന്നെ ഇത് ന്യൂറോ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ബീഫ്. ചൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോർക്ക്.
ജീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിക്കൻ. ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ചൈനീസാണ് ആളുള്ളത്. ഷുഹൈബ് മാട്ടിൽ ഫ്രം മലപ്പുറം. ഇനി ബാക്കി എന്താ പറഞ്ഞു കൊടുക്കുക? വേഗം പറഞ്ഞു കൊടുക്കും. യാറോ ഡക്ക് അതൊന്നും വേണ്ട. നമുക്ക് ആൾക്കാർക്ക് ബേസിക് ആയിട്ട് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ചൈനീസ് ഒക്കെ ഒന്ന് പഠിച്ച്, അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഫോട്ടോ ഫോണിൽ എടുത്ത് വെക്കുക. വെള്ളത്തിന്റെ, ബാത്റൂമിന്റെ WC എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയാട്ടോ. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് കൊടുത്ത് കാണിച്ചു കൊടുത്താലും മതി. പക്ഷെ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചൗഫാന്റെ ഫ്രൈഡ് റൈസിന്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നല്ലതാണോ അല്ലേ എന്നുള്ളത് അല്ലേ. ഈ ഒരു കളറ് കിട്ടണം. ആ ടെക്സ്ചറും കളറും കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക സാധനം നല്ലതായിരിക്കും എന്നുള്ളത്. അല്ല, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത മറ്റൊരു സാധനം. ഇതില് ന്യൂറോൺ ആണ് ബീഫ്. പക്ഷെ ഇത് കുറെ ഉണ്ട്. നാട്ടില് കുറച്ചധികം വെജിറ്റബിൾസ് ഇങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ മോട്ടോർ സൈക്കിള് റെന്റ് എടുക്കാൻ വേണ്ടി വന്നാണ്. ഇവിടെ കുറെ മോട്ടോർ സൈക്കിൾ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് റെന്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഇവിടെയുള്ള ബേസ് എല്ലാം കറങ്ങാന്നാ പറയുന്നത്. കാരണം അപ്പൊ 24 മണിക്കൂറിന് വണ്ടി ഇതാണ് റേറ്റ് കേട്ടോ. 100 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടിക്ക് 60 യാൻ, 80 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടിക്ക് 50 യാൻ. വന്നു ഇതാണ് 100 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. 60 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ 100 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടികൾ അവർ കൊണ്ടുവന്നു. ഇവിടെ വേറെ വലിയൊരു വണ്ടി ഉണ്ട് കേട്ടോ. ഇതിന് പക്ഷെ 100 യാനാ അവർ പറയുന്നത്, 1000 രൂപ. ഇതും ഇലക്ട്രിസിറ്റി ആണ്, ഇലക്ട്രിക് ബൈക്കാണ്. പക്ഷെ ഇത് നല്ല സ്പീഡിൽ പോകുന്നതാണ് അവർ പറയുന്നത്. നല്ല സ്പീഡിൽ പോകുന്ന വണ്ടിയാണ്, അതുകൊണ്ടാണ് അതിന് 100 യാനാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ മൂന്നാമത്തെ വണ്ടി വന്നു. പക്ഷെ 100 യാന് നമുക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. 100 യാൻ ഡെപ്പോസിറ്റ് ഉണ്ട് ഓരോ വണ്ടിക്കും. ആക്ച്വലി അവർ 200 യാനാ ചോദിച്ചത്, നമ്മൾ 100 യാന് പറഞ്ഞ് സെറ്റാക്കി. സോ ഗൈസ്, ഇവനാണ് നമുക്ക് വണ്ടി റെന്റ് ചെയ്ത ആള്. ഇന്ന് ഇതിലാണ് നമ്മുടെ കറക്കം. ഇത് നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല സമാധാനത്തിൽ യാത്ര ചെയ്യാം. ഇവിടെ ഫോൺ വെക്കാനുള്ള സൗകര്യമൊക്കെ തന്നെ വണ്ടി തന്നെ ഉണ്ട് അല്ലെ. അതൊരു നല്ല കാര്യമാണ്. വണ്ടി ഈ സൈഡിൽ കൂടെ പോ, റൈറ്റ് സൈഡിൽ കൂടെ പോ. സൈഡിൽ വണ്ടിയാ. ഇതാണ് വേണ്ടത്. സംഭവം മനസ്സിലായില്ല. പട്ടണക്കാരാണോ? അല്ല, മാറ്റിലൊന്ന് ബ്രേക്ക് ഇട്ടു പറയാനുള്ളപ്പോ. ഇവിടെ നമ്മൾ ഈ ഒരു ലൈനിൽ കൂടെയാണ് പോവാൻ പാടുള്ളൂ. ഇത് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിന് പോകാനുള്ള വഴിയാണ്, അല്ലെങ്കിൽ സൈക്കിളിനൊക്കെ പോകാനുള്ള വഴിയാണ്. അപ്പുറത്ത് മെയിൻ റോഡ് ഉണ്ട്, മെയിൻ റോഡിൽ കൂടെ നമുക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ലൈൻ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ തന്നെ കുറെ ട്രാഫിക് കൺട്രോൾ ആവും. നമ്മുടെ നാട്ടില് ഓട്ടോക്കാരും ബൈക്കും ബസ്സും ഒക്കെ ഒരൊറ്റ ലൈൻ ആയതുകൊണ്ടാണ് പ്രശ്നം. നല്ല വൃത്തിയുള്ള അല്ലെ, നല്ല വൃത്തിയും ഭംഗിയുണ്ട്. നല്ല കാറ്റും. അതല്ല, ഫുൾ നമ്മൾ പോണ വഴികളൊക്കെ നോക്കി അതെ, ഫുള്ള് മരങ്ങള്, കംപ്ലീറ്റ് മരങ്ങള്. സൈഡൊക്കെ ഫുള്ള് വെട്ടി വൃത്തിയാക്കി ബുഷൊക്കെ സെറ്റാക്കി വെച്ചു. എന്തൊരു ഭംഗിയില്ല നിഷ, നോക്കടാ. ഈ ഇവിടുത്തെ നീറ്റ്നെസ്, വൃത്തിയെ കുറിച്ച് ഈ മരത്തിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നമുക്ക് എല്ലാ ചില്ലികളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കറക്റ്റാ റോ നോക്കി, ഒരേ അലൈൻമെന്റ് എല്ലാ മരത്തിനും. അപ്പാപ്പം വീഴുന്ന ഇലകളൊക്കെ ആ ടൈമിൽ തന്നെ അവരെന്ത് ചെയ്യാ, ക്ലീൻ ചെയ്ത് പോവാണ്. ഈ സൈഡിൽ വീഴുന്ന ഇലകളൊക്കെ ഓരോ സമയത്ത് ക്ലീൻ ആക്കിയിട്ട് പോവാണ്. അത്രയും വൃത്തിയാണ് ഇവരെ മെയിൻറ്റെയിൻ ചെയ്യണത്. അല്ല, ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ ഇതുപോലെ റോഡ് ഉണ്ടാക്കി അതെങ്കിലും ചെയ്തു തന്നൂടെ ഇവർക്ക്? അതൊരു ത്രില്ലില്ല. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക. അതെ, മാക്സിമം അങ്ങ് വെറുപ്പിക്കുക. നാട്ടിലുള്ള ആൾക്കാരെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തുക. ടാക്സും ആ ടാക്സും ഈ ടാക്സും എല്ലാം അടച്ചിട്ടാണ് നമ്മൾ എത്ര ലക്ഷം രൂപയുടെ
നടത്തിയാണ് ആൾക്കാർ. നമ്മുടെ നാട്ടില് ടാക്സ് വാങ്ങുന്നൊന്നും അല്ലാതെ അത് വാങ്ങി എന്തെങ്കിലും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ ഈ നമ്മുടെ ഗവൺമെന്റ് അതിന് ശ്രമിച്ചിരുന്നെങ്കിൽ ജനകാര്യം പറ്റും. റോഡ് മാത്രം മതി ഒരു രാജ്യം നന്നാക്കാൻ. റോഡ് മാത്രം അതില്ല. അങ്ങോട്ടൊന്ന് കാണിച്ചു എല്ലാവർക്കും അത് നമ്മുടെ നാട്ടിൽ എന്തുമാത്രം പോപ്പുലേഷൻ ഉണ്ട്. ഇതൊക്കെ അല്ലേ ഈ ഒരു ജംഗ്ഷന്റെ തന്നെ വീതി നോക്ക് നീ. ഇവിടെ നമ്മളിപ്പോ ഒരു 15 കിലോമീറ്ററോളം വന്നു. 15 കിലോമീറ്ററും ഈ റോഡ് തന്നെ, ഇതേ റോഡ്, ഇതേ ആദ്യമായിട്ടാണ് ഒരു പശു. പശു ഇത് അല്ലാ ഉടച്ചോനെ തമ്പുരാനെ, ഞാനല്ലേ അതെയായിരുന്നു ഓട്ടം നോക്കി. ആദ്യമായിട്ടാണോ ഒരു പശുവിനെ റോഡിൽ കാണുന്നത്? പശുവല്ല, എന്ത് തേങ്ങയാണെങ്കിലും ഇതൊക്കെ ഈ ഒരു 10-15 കിലോമീറ്റർ ഇങ്ങനെ തന്നെ റോഡിന്റെ സൈഡ് ഫുള്ള് വെട്ടി വൃത്തിയാക്കി ഇതേ റോഡ്, കുണ്ടില്ല കുഴിയില്ല, ഇങ്ങനെ പോവാ. കാൽനടക്കാണെങ്കിൽ ഇതിന്റെ സൈഡിലൂടെ ആ ഫുട്പാത്ത്, ഈ ഫുട്പാത്ത് നാട്ടിലെ ഈ 4 വരിപ്പാതാറുടെ സംഭവം സാധാ നോർമൽ റോഡുകളാണ്. ഇത് നോർമൽ റോഡാ, ഇത് ഹൈവേ അല്ലത്. ഹൈവേ ഒക്കെ വേറെ ലെവലാ. എന്താ നാട്ടില് റോഡ് എന്താ അറിയോ, ഇവിടെ അധികം ആൾക്കാരില്ല, തീരെ ആൾക്കാരൊന്നുമില്ല. നമ്മളൊരു നല്ല പോപ്പുലേറ്റഡ് സിറ്റിക്കൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ തിരക്കിടില്ല. ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. 50 വർഷത്തേക്കുള്ള ഡെവലപ്മെന്റ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അടുത്ത 50 വർഷമാകുമ്പോൾ അവർക്ക് 100 വർഷത്തേക്കുള്ള കഴിഞ്ഞു. ബൈക്ക് റൈഡ് നടത്താതെ പോവരുത്. ഒരു ദിവസമല്ല 2 ദിവസം ഫുള്ള് ബൈക്ക് എടുക്കുക. ഇവിടെ നിൽക്കുന്ന ദിവസം അത്രയും ബൈക്ക് എടുക്കുക. 2 ആൾക്കാർ വന്നാല് 300 രൂപ ഷെയർ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ ഒരു സ്കൂട്ടി എടുത്ത് ഹൈനാന് 100 കിലോമീറ്റർ ഒരു ഡേ നമുക്ക് ഫുള്ള് കറങ്ങാം. അത് ഫുൾ ചാർജ് ചെയ്തിട്ടാണ് അവർ തരിക. അതെ. പനയോ പാക്കിലെ അടക്കാമരം. മലപ്പുറം ചൈനയിലെ മലപ്പുറം. ഇത് കണ്ടോ, ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഒരു റോഡിന്റെ ഒരു സൈഡിൽ കൺസ്ട്രക്ഷൻ നടക്കുക. അപ്പൊ പൊടി വരാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഉണ്ടോ വെള്ളം സ്പ്രേ ചെയ്യണുണ്ടോ? അതാണ് ആ പൊടി. അതിനു പോലും അവർ അത്രയും ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട്. പെട്ടെന്ന് ബ്രേക്ക് എടുത്തിട്ടോ, അവനെ ഞാൻ ചാമ്പുവേ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് തമിഴ്നാട് തന്നെ. പഹാടവും ഈ റോഡൊക്കെ കാണുമ്പോഴേ ഇതൊന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് നമ്മൾ അവിടെ എന്താണ് കൃഷി ചെയ്യണമെന്ന് പോയി നോക്കാം. ഇതെന്താ സാധനം? എന്താ മുളകോ? മുളകാണല്ലോ. ഇതെന്ത് ഇറിഗേഷൻ ഉള്ളതാണോ അതോ വേസ്റ്റോ? എന്ത് മുളകിനാണെന്തോ. ആ ചോന്നത് മാത്രം പറിച്ചെടുക്കാം കേട്ടോ മൂപ്പര്. എന്റെ മോനെ മുളകിന്റെ വലിപ്പം നോക്ക്. അതെ കയ്യിലൊന്ന് വെച്ച് കാണിച്ചു കൊടുത്താൽ എന്നാലും എന്റെ വലിപ്പം ചില ആൾക്കാർക്ക് മനസ്സിലാവും. എരിവുണ്ട്, തിന്നോക്കിയാ. വെള്ളത്തിന് പോകേണ്ടി വരും. ഹോട്ട് പോട്ടിനകത്ത് അല്ല ഈ സാധനമാണ് മറ്റേ ചൊങ്ചിങ്കില്. അതെ അത് കഴിച്ചാൽ കൊടുക്കും.
നിഷാദൊക്കെ ധൈര്യമുള്ള ആളാണ്. നിഷാദൊക്കെ ധൈര്യമുള്ള ആളാണ്. അവസാനം ഇവിടെ വെള്ളം കുടിക്കുന്ന അതൊന്ന് കുടിക്കാൻ കിട്ടൂല കേട്ടോ. അല്ല നിഷാദക്കാന്ന് പറഞ്ഞാല് ഇത് ചൈനീസ് മുളകല്ല, ആഫ്രിക്കൻ മുളകാണ്. മുളക് പാടം കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. എന്റെ ഡ്രൈവർ സ്പൾബർഗ് അദ്ദേഹത്തിന്റെ വീഡിയോ എടുക്കണം എന്ന നിർദ്ദേശത്താൽ നമ്മൾ സ്പൾബർഗ് അവിടെ കുടുങ്ങിക്കുന്നു. സ്പൾബർഗ് കുടുങ്ങി. ക്യാമറയുടെ അയ്യര് കളിയാണ്. നോക്കിയേ, ഓരോ എത്ര ഇതിപ്പോ ഒരു 10 മീറ്റർ 20 മീറ്ററിൽ ക്യാമറ അതുണ്ടോ? പക്ഷെ എന്തിനാണ് അത്രയും ക്യാമറ? കൃഷി ആരെങ്കിലും കക്കുണ്ടോ നോക്കണം. ഇതുണ്ടോ താഴത്തെ ക്യാമറ കണ്ടോ? ഇപ്പൊ എത്ര ദൂരം ഇങ്ങനെ ഈ റോഡ് ഫുള്ള് തന്നെ അവസ്ഥ. ഓരോ ഒരു 10-20 മീറ്ററിലും ക്യാമറ. റൗണ്ട് ബോട്ടിന്റെ വലുപ്പം നോക്ക്. അല്ല ഇതൊക്കെ എന്താ പറയുക, ഇത് വലിയ അത്ഭുതമൊന്നുമല്ല ചൈന ചൂക്കം. പക്ഷെ എന്താ വെച്ചാൽ ഈ ഒരു സിറ്റിയില് ഇതൊരു സിറ്റി അല്ല, ഇത് ഒരു വില്ലേജ്, ഫിഷിംഗ് വില്ലേജസ് ആയിരുന്നു ഇതൊക്കെ. സൂപ്പർ ബൈക്ക് വരുന്നുണ്ട്. ഫുള്ള് ചെടിയൊക്കെ നനച്ച് വൃത്തിയാക്കി കൊണ്ടുപോവാണ്. തിരക്കുന്ന സാമ്പാർ ഏകദേശം എത്തിന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റാർബക്സ് ഒക്കെ കാണുന്നത്. സ്റ്റാർബക്സ് അതെന്താ ബഞ്ചി ജമ്പിങ്ങോ? ഹൈറ്റിലൊരു സാധനം. ആ ശ്യാമിയുടെ കാറുണ്ടോ? നല്ല സെറ്റ് സാധനം. ആ മെഗ്ഡി, അവനെ മെഗ്ഡിയുടെ ചൈനീസ് പറഞ്ഞേ മൈദങ്ലോങ്. അപ്പൊ ആരെങ്കിലും ഇനി മെഗ്ഡി തപ്പി നടക്കണമെന്നുണ്ടെങ്കിൽ മൈദങ്ലോങ് എന്ന് പറഞ്ഞാൽ മൈദ എന്ന് അറിയിച്ചു. മൈദങ്ലോങ് ബിൽഡ് യുവർ ഡ്രീംസ്. ഇത് BYDയുടെ ഹാച്ച് ബാക്ക് ആണ്. ഇതൊക്കെ വരും അവിടെ നാട്ടിൽ വരും, വൈകാണ്ട് വരും. നല്ലൊരു റൈഡായിരുന്നു. ഇപ്പൊ അങ്ങനെ ആ റൈഡിന് ശേഷം നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആരും എടുത്തുകൊണ്ടൊന്നുമില്ലായിരിക്കും. നമ്മളിനി യാലോങ് ബേയിൽ എന്താ അവസ്ഥ, ഇവിടുത്തെ ബീച്ച് എങ്ങനെയാ നമുക്ക് പോയി കാണാൻ പറ്റുമോ നോക്കാം. ഈ യാലോങ് ബേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ ഉള്ളത്. വലിയ വലിയ റിസോർട്ടുകളൊക്കെ അല്ലേ, അത് കൂടുതലുള്ളത് ഇവിടെയാണ്. ഒരു റിസോർട്ട് ഏരിയ ആണ് ഇവിടെ. പിന്നെ ഇവിടെ ഈ ബീച്ച് സൈഡ് അല്ലാണ്ട് ഇപ്പം ബീച്ച് സൈഡിൽ ഹോളിഡേ ഇന്ന്, പിന്നെ ഹിൽട്ടൺ, വെസ്റ്റിൻ പോലത്തെ കുറേ റിസോർട്ടുകളുണ്ട് ഇവിടെ. അതല്ലാണ്ട് ചൈനീസ് റിസോർട്ടുകൾ കുറേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ള ഏരിയകളിൽ ചീപ്പ് റേറ്റ്, ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത ഫ്ലാറ്റൊക്കെ പോലെ കുറച്ചൊരു 2000 രൂപയ്ക്കൊക്കെ നേരെ പൂൾ ഫേസിങ് ആയിട്ടുള്ള ചെറിയ മിനിയേച്ചർ എന്താ പറയുക വില്ലകളൊക്കെ കിട്ടും. നല്ല രസമാണ്. അതായത് ഹോട്ടലിനകത്ത് തന്നെ ഇൻഡിവിജ്വൽ വില്ലാസ് പോലെയുള്ള റൂംസ് ഒക്കെ കിട്ടും. പക്ഷെ അത് ഇവിടുന്ന് ഒരു ഇച്ചിരി ദൂരെ ആയിരിക്കും. നമ്മൾ ഇതുപോലത്തെ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോയി വരാം. യാലോങ് ബേയിൽ വന്നപ്പോൾ ഇവിടെയും റെന്റിനുള്ള സ്ഥലങ്ങളുണ്ട്. ഇതെന്ന് വെച്ചാൽ അമ്മയും കുട്ടിയും, അമ്മക്കും കുട്ടിക്കും പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ മോപ്പടാണ് കേട്ടോ. ഇവിടെയുണ്ട് ബൈക്ക് റെന്റിന്. ഇവിടെ KFC ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. കരിക്ക് ഇവിടെ എത്രയാണ് കരിക്കിന്? കോക്ടൈൽസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല കോക്ടൈൽസ് ഒക്കെ ഉണ്ട്. 12. ആ കുറച്ച് കുറവുണ്ട് അല്ലേ? ഇത്ത ബേൽക്ക് വേഗം പോണം നമ്മള്. അത് കിട്ടും കിട്ടാതെ നടപ്പാൻ. അപ്പൊ ഇവിടെയാണ് ഇതാ പബ്ലിക് ആക്സസ് ടു സീ. റഷ്യനിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സൈൻ ബോർഡ് വരെ റഷ്യനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വഴിയാണ് നമ്മൾ യാലോങ് ബേയിലുള്ള ബീച്ചിലേക്ക് പോകുന്നത്. പോയി നോക്കി. ഇവിടെ കുറച്ചും കൂടി വൈറ്റ് സാൻഡ് ബീച്ച് ആണ് എന്നാണ് പറയുന്നത്. കുറച്ചും കൂടെ റിസോർട്ട് ഏരിയകളാണ്, കുറേ ലക്ഷറി ഏരിയകളാണ്. ഫാമിലീസൊക്കെ കുറച്ചും കൂടെ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലവും കുളിക്കുന്ന ബീച്ചൊക്കെയാണ്. വലിയ വലിയ 5 സ്റ്റാർ റിസോർട്ടുകൾക്കൊക്കെ അവർക്ക് സ്വന്തമായിട്ടുള്ള പ്രൈവറ്റ് ബീച്ചുകളുണ്ട്. മറ്റുള്ളവർക്ക് ആക്സസ് ഇല്ലാത്ത പ്രൈവറ്റ് ബീച്ചുകളൊക്കെ ഉള്ള കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബീച്ചാണ്. മറ്റേത് കുറച്ചും കൂടെ ആൾത്തിരക്കൊക്കെ ഉള്ളൊരു ബീച്ചാണ്. നമ്മൾ നേരത്തെ ഇന്നലെ പോയ
ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ തൊട്ടപ്പുറത്തെ ബേ എന്ന് പറഞ്ഞാൽ ഹൈതാങ് ബേ ആണ്. ഹൈതാങ് ബേ ഒന്നും കൂടെ വൃത്തി, എന്താ പറയുക, തിരക്കില്ലാത്ത, വളരെ കാം ആൻഡ് ക്വയറ്റ്, പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പോകുന്ന കപ്പിൾസ് ബീച്ചാണ് ഹൈതാങ് ബേ. ഒരുപാട് ആളുകൾക്ക് ജീവിതമാർഗമാണ്. ഈ ഏരിയയിലുള്ളവരൊക്കെ ഇപ്പോൾ ദ്വാരം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തിട്ടാണെങ്കിലും കടകളും ഹോട്ടൽസ് ആണെങ്കിലൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കൂടുന്തോറും ആളുകൾക്ക് വരുമാന മാർഗം കൂടുതലേ. ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെറിയ ചെറിയ ഐറ്റംസ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വെക്കുന്നുണ്ട്. എന്താ തണ്ണിമത്തൻ, ജ്യൂസ് പ്രസ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. ഫ്രഷ് ജ്യൂസ്. ഇവിടെ ഫുഡ് പാത്തിനൊരു ഏരിയ ഒക്കെ ഉണ്ട്. ഇതേ വളരെ നല്ലൊരു ബീച്ചാട്ടത്. ഇത് അതുകൊണ്ടാണ് ഇവിടെ റിസോർട്ടുകൾ കണ്ടോ. അതിൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ റിസോർട്ടുകളാണ് കണ്ടോ. അപ്പം ഈ ഒരു ബീച്ചിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ നമ്മുടെ ഫേമസ് ഹോട്ടൽ ബ്രാൻഡ്സ്, ഇന്റർനാഷണൽ ഹോട്ടൽ ചെയിൻസ് ഒക്കെ ഇവിടെയാണുള്ളത്. കുറച്ചുകൂടി റഷ്യൻസ് കൂടുതലുണ്ട് ഇവിടെ. അവർ ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ റിച്ച് ആളുകൾ. ദാദോങ് ഹൈ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു പബ്ലിക് ആയിട്ടുള്ള ആളുകൾ, കുറച്ചുകൂടി ലിറ്ററിങ് ഒക്കെ ഇച്ചിരി ഉണ്ടായിരുന്നു. പിന്നെ ബീച്ച് ഇത്രയും വൃത്തിയില്ല, കുറച്ച് ഒരു സാൻഡിൻ്റെ കളറൊക്കെ വേറെയാണ്. ബീച്ച് ഏകദേശം, ബീച്ചിൻ്റെ കളറൊക്കെ ഏകദേശം സെയിം. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഒരു ബ്ലൂ ബീച്ചാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. മറ്റടുത്ത് ഭയങ്കര ബഹളമായിരുന്നു, ആളുകളും ഇതും. പിന്നെ ആ സൈഡിലുള്ള ബീച്ച് ട്രാക്കുകളിൽ നിന്നുള്ള പാട്ടും മ്യൂസിക്കും ഒക്കെ ആയിട്ട് വേറെ തന്നെ ഒരു വൈബാണ്. ഇവിടെ നിന്ന് കുളിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഇതായിരുന്നില്ല ഉദ്ദേശം. അപ്പം ഈ ഒരു സ്ഥലത്ത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അവിടെ ഒരു നേവി ഷിപ്പ് പോകുന്നുണ്ട് കേട്ടോ, ചൈനീസ് നേവിയുടെ ഷിപ്പാണ്. കുറേ നേരം ആ ഒരു വഴിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കറങ്ങുന്നുണ്ട്. എനിക്ക് വേണം കോസ്റ്റ് ഗാർഡിൻ്റെ വല്ല ഷിപ്പായിരിക്കണം. ഇവിടെ മോട്ടോർ വാട്ടർ സ്പോർട്സിനൊക്കെ ഉള്ള റേറ്റ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. യോട്ടിൽ പോയിട്ട് ഫിഷ് ചെയ്യണമെങ്കിൽ 3 മണിക്കൂറിന് 3000. ജെറ്റ് സ്കി ആണെങ്കിൽ 179 രൂപയാണ്, അതായത് 1800-1900 രൂപ. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇതൊക്കെയാണ് അവിടുത്തെ റേറ്റ്. ഫ്ലൈയിങ് ഫിഷ്, ഇവിടെ ഈ ബീച്ചിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ഒരു ഫൺ ഏരിയ ഉണ്ട്. അവിടെ 1 കിലോ മാങ്ങ അല്ലേ? 1 കിലോ മാങ്ങ നോക്കടയ്യ, എന്ത് വലിപ്പം അത്? ഈ വലിപ്പം പാകിസ്ഥാനല്ല, ഹിന്ദുതാ. എല്ലായിടത്തും പോയാലും ഈ ഒരു പാകിസ്ഥാനാണെന്നുള്ള ചോദ്യം. ഗൈസ്, മഴ പെയ്തു ഗൈസ്. നമ്മൾ ഹൈതാങ് ബേയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു. വണ്ടി എടുത്തപ്പോഴത്തേനും നല്ല മഴ. ചൈനക്കാരൊക്കെ കൊടുത്താ പൊതിഞ്ഞ് കിട്ടുന്നുണ്ട്. മഴ ആയതിനെ കൊണ്ട് നമ്മൾ ഇവിടെ എന്താ ഉള്ളതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇങ്ങനെ കയറി നോക്കാം. ഇവിടെ കുറെ ഫുഡ് സ്ട്രീറ്റ് പോലെയുള്ള കുറെ ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ്. ഫുഡിന്റെ ഷോപ്പ്, അതുപോലെ ഡ്രസ്സിന്റെ ഷോപ്പ്, അതുപോലെ ഇതാ കേക്കിന്റെ ഒരു ഷോപ്പ്. ഇതാ
തേങ്ങ കൊണ്ടുള്ള ഡിഷാണ്. തേങ്ങ കൊണ്ട് ഐസ്ക്രീം ആണെന്ന് തോന്നുന്നത്. അങ്ങനെ മഴ നമ്മുടെ പ്ലാനുകളെല്ലാം കൊണ്ടുപോയി. മഴ തുറന്നപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ റൂം പിടിക്കാനുള്ള പരിപാടിയാണ്. കാരണം ഇനി ഇവിടെ ലേറ്റായി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം രാത്രിയാവും. പിന്നെ ഇവിടെ VPN ഒക്കെ കണക്ട് ചെയ്താൽ മാത്രമാണ് ഗൂഗിൾ മാപ്പ് ഒക്കെ കിട്ടുള്ളൂ. മാപ്പ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാനുള്ള വഴി പോലും അറിയില്ല. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് നമ്മൾ നേരെ തിരിച്ച് ദാദോങ്ഹായി പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പറ്റുമെന്നുള്ള പരിപാടിയാണ് നോക്കാൻ പോകുന്നത്. നമ്മളിങ്ങനെ പോണ വഴിക്ക് ഒരു ചെറിയ മാർക്കറ്റ് കണ്ടപ്പോൾ കയറി നോക്കിയതാണ്. ഒരു ഷോപ്പിംഗ് മാർക്കറ്റാണ്. ഇയാളെന്തോ കണ്ടിട്ട് നിർത്തിയിട്ടുണ്ട്. ജിസിൻകാടെ ഫേവറേറ്റ് ചായ മേടിക്കാൻ വേണ്ടി കയറിയതാണ്. ചായ എന്താ അവസ്ഥ? ഒരു സ്നിക്കർ വാങ്ങിച്ചാൽ വിശപ്പൊക്കെ കുറഞ്ഞു. അത് ഞാനും ആലോചിക്കാതില്ല. ഇവർക്കേ ഒരുപാട് തരം ഡ്രിങ്കുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട്, ഒരു മിൽക്ക് ടീ ഉണ്ട്, ഒരു തണുത്ത മിൽക്ക് ടീ. അത് എടുത്ത് എൻ്റെ കൂടെ കുറച്ച് ലേസും സ്നിക്കേഴ്സൊക്കെ കഴിച്ച് തൽക്കാലം ഒന്ന് വിശപ്പടക്കില്ല. ഇനി കടകൾ വരാനാണ്. വാടക എത്രയാണ് അവിടെ? പുതുതായിട്ട് ബിൽഡ് ചെയ്തതാണ്. അത് ഫുഡ് വേണേൽ കഴിക്കായിരുന്നു. എനിക്ക് വിശക്കുന്നു. അതാ ഇവിടെ ചിലപ്പോൾ മൂന്നിട്ടിരിക്കും. ഇതാ ഈ കടയിലൊന്ന് കയറി നോക്കി. സാധനം കിട്ടും. ചിതാൻ്റെ പൊറോട്ട. ഇവിടെ പൊറോട്ട കിട്ടോ? പൊറോട്ട ദോശ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇവിടെ നാട്ടിലേ പൊറോട്ട 12 രൂപയാണോ? ഇത് നമ്മുടെ ഈച്ചാങ്ങിൽ കിട്ടിയിരുന്ന നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചിരുന്നൊരു സാധനമായിരുന്നു. ഈ പൊറോട്ടക്ക് അകത്ത് ഒരു ചെറിയ ചീസ്, ഒരു ചിക്കൻ്റെ പീസും ലെറ്റ്യൂസൊക്കെ വെച്ച് തരുന്നൊരു സാധനം. പരിപാടി ഒന്നും വേണ്ട. കളറുള്ള പൊറോട്ട. ഇത് കളറുള്ള പൊറോട്ട. ഇത് നമ്മുടെ പൊറോട്ട ഉണ്ട് മതി. മറ്റേ ചിലപ്പോൾ വേറെ വല്ല ടേസ്റ്റ് വല്ല ഗ്രീൻ ടീയുടെ ടേസ്റ്റ് കൊണ്ട് തരും വരും. പണ്ട് മെഗ്ഡിയിലേ ഗ്രീൻ ടീയുടെ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് ഈ ചിഹ്ന അതിന്റെ ഇതാണ്. ഇത് ഈ സാധനം ഇതിന്റെ ഒരു ബ്രാൻഡ്. ഇത് കണ്ടാ അറിയാം. ഇത് എവിടെ കണ്ടാലും ഒരേപോലെ ഇരിക്കും. ഈച്ചാങ്ങിൽ തന്നെ എഴുതിയിട്ടുണ്ടാവുക. സെറ്റാണ്. അത് നഷ്ടമില്ല. നമ്മുടെ 120 രൂപയ്ക്ക് ഒരു ഞാനതേ ഒരു പൊറോട്ട മേടിച്ചപ്പോഴത്തേനും ഇവരിവിടെ വന്ന് കബാബിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. തട്ടുകട. ഇന്നലത്തെ നമ്മൾ കണ്ട അതേപോലെ ഇവിടെ റേറ്റ് കുറവാന്നാ പറയുന്നത്. ഫ്രൈ അല്ലേ? കബാബല്ല, ബാബിക്കും അല്ല, ഫ്രൈ ചെയ്തിട്ടാണ്. ചിലപ്പോൾ അതായിരിക്കും റേറ്റ് കുറവിനി. ഇത് സാധനം ഉണ്ടല്ലോ കുറവല്ലേ? ഇതിന് 5 രൂപ ഉള്ളൂ. മറ്റേ ഇന്നലെ നമ്മള് കഴിച്ച 5 രൂപ വല്ല ചിക്കനോ? ഏത്? ആ കാട്ടിലേച്ചുള്ളടാ.
ഇത് 3 ആ 5 അല്ല 3 അല്ലേ? കൊള്ളാലോ. ആ ചീവീടുണ്ട് മനെ. ചിഞ്ചങ്കു എത്ര? ചിഞ്ചങ്കു ഫ്രഷ് ചിഞ്ചങ്കു കേട്ടോ അത്. മേടിച്ചു. നമ്മൾ ഈ ഫുഡ് സ്ട്രീറ്റിൽ വന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. പവനായിയെ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ ഫുഡ് സ്ട്രീറ്റിൽ വന്നപ്പോഴേ ഈ മുകളിൽ ഇട്ടിരിക്കുന്ന ഈ ടെൻസൈൽ ഷീറ്റ് ഉണ്ടല്ലോ, ഇതിന്റെ മുകളിൽ കണ്ടോ ഒരു ഡിസൈന് പോലെ ഈ പ്രൊജക്ടർ വെച്ചിട്ട് ചെയ്യുന്നത്. ഇതെല്ലാ തൂണിൽ ഈ പ്രൊജക്ടർ ഉണ്ട് കണ്ടോ. ഇതിപ്പോ അത് ചെയ്തില്ലെങ്കിൽ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക, ഒരു രസം ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളൊരിതാണ് കേട്ടോ. പിള്ളേർക്ക് കളിക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. ഇതേ ബീച്ചിൽ മണൽ വരാനുള്ള സാധനങ്ങളാ. വാട്ടർ ഗൺസ് കുടിക്കാനൊക്കെ എന്തോരോ ഓപ്ഷൻസ് ആണ്. ഇത് പുതിയൊരു ഡ്രിങ്ക്. അത് ഞാൻ എന്താ നോക്കാനായിട്ട് മിക്സഡ് ഫ്രൂട്ട് ഡ്രിങ്കാ. ഇവിടെ വേറെ കുറെ ഡ്രിങ്ക്സ്. ഹൈനാൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കോക്കനട്ടിന്റെ കുറെ സാധനങ്ങൾ. ഇത് ഫുള്ള് മിൽക്ക് ഡ്രിങ്ക്സ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ചായ, കോൾഡ് ടീ, കോൾഡ് കോഫി പോലെ ഈ സാധനമാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് മെറിൻഡയുടെ പല വേർഷൻസ് ആണ്. ഇങ്ങനെ നൂറുകണക്കിന് ഓപ്ഷൻസ് ഉണ്ട് ഇവർക്ക്. ബോറടിക്കില്ല. അതിങ്ങനെ കുടിച്ച് ഓരോന്ന് ട്രൈ ചെയ്യാൻ തന്നെ വേണം ഒരു 10 ദിവസം. ഇത് ഫുള്ള് ബിയറിൻ്റെ സെക്ഷനാണ്. ഹെയ്നിക്കൻ, ബഡ്വൈസർ അങ്ങനെ. പിന്നെ ഇതാണ് ചൈനയിലെ വേറൊരു കാര്യം. ഇതെന്താ അറിയോ? വാറ്റിയ കള്ളാണിത്. ഇതാണ്ടോ നാടൻ വാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നാടൻ വാറ്റിനൊന്നും പ്രശ്നമില്ല. ഇത് സൂപ്പർ മാർക്കറ്റാണ്, സാധാ സൂപ്പർ മാർക്കറ്റാണ്. ഇതിനകത്ത് ഇവർ എന്താ പറയുക, സ്വന്തമായിട്ട് ഇവർ ഈ സൂപ്പർ മാർക്കറ്റല്ല, ഇതൊക്കെ ഓരോ ബ്രാൻഡാക്കി ഓരോ ആളുകൾ വാറ്റി കൊണ്ടുവരുന്ന സാധനങ്ങളാണിത്. എല്ലായിടത്തും അവൈലബിൾ ആണ്. ഏത് സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും ഇതെല്ലാം അവൈലബിൾ ആണ്. ചെറിയ പെട്ടിക്കടയാണെങ്കിലും ഇതൊക്കെ കിട്ടും. നല്ല ഭംഗിയുള്ള ചെരുപ്പുകൾ അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ കള്ള് കിട്ടുമെങ്കിലും വോഡ്ക എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഹവാന ക്ലബ്ബ്, ഇങ്ങനെയൊക്കെ ഇവിടെ കിട്ടുമെങ്കിലും ആരും ഇവിടെ വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ്, ഇവിടെ വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കിയാൽ പിടിച്ചകത്തിടും. അപ്പോൾ ആ ബോധം അവർക്കുണ്ടാവും എത്ര വെള്ളം അടിച്ചാലും. അതുകൊണ്ട് തന്നെ ആ വക പരിപാടിയില്ല. നമ്മുടെ നാട്ടിൽ അതൊരു എക്സ്ക്യൂസാണ്. അത് വെള്ളം അടിച്ചിട്ട് ആടുമോ എന്നുള്ളൊരു ഡയലോഗുണ്ട്. അവനായി ഞാൻ പറയായിരുന്നു, അവിടെ കള്ള് കിട്ടാനുണ്ട്. ഏത് സൂപ്പർ മാർക്കറ്റില് 5G ഒക്കെ ഇല്ല, മറ്റേ വാറ്റ് എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ എന്തെങ്കിലും വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കി ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. വെള്ളം അടിച്ച് ഈ 5 വർഷത്തിനിടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നല്ലാണ്ട് അതും തമാശ. വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഷോയിപ്പിക്ക വണ്ടി മാറിയെന്ന് തോന്നുന്നുണ്ട്. വഴിയോര കടകൾ പൂട്ടിക്കാൻ പോകുന്നു. ഇവര് മാർക്കറ്റുകളും ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാട്ടിലെ തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് വയനാട്, അതിന് ആ സത്യം വയനാട്ടിലെ തണുപ്പ് എന്തുവാടോ ഇതിപ്പോ ഒരു വ്ലോഗാക്കി വേണമെങ്കിൽ 8:20. ഇപ്പൊ രാത്രി 8:20 നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോകുമ്പോഴാണ്. ഇവിടെ ഒരു സ്കൂളാണ്. ഇത് സ്കൂൾ വിടുന്ന സമയം. അത് ഇവിടെ രാവിലെ ഇവിടെ തുടങ്ങുക 8 മണിക്കോ? 8 മണിക്കാണ് തുടങ്ങാൻ പോകുന്നത്. സ്കൂൾ വിടാണ്ട് പാരൻസ് വെയിറ്റ് ചെയ്യാണ്. ഈ വണ്ടികളിലൊക്കെ പാരൻസ് വെയിറ്റ് ചെയ്യണത് കണ്ടാ. പിള്ളേരെ സ്കൂളാ. എന്താ അവര് പഠിപ്പിക്കുന്നത്? ചിലപ്പോഴേ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസും അതും ഇതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ സ്കൂളിൽ ഞാൻ കണ്ടത് ഉച്ച വരെയൊക്കെ ഉള്ളൂ. അല്ല, നമ്മളവിടെ ഉണ്ടാ ഈ ചാനലുണ്ട്. ഞാൻ അന്ന് ലാസ്റ്റ് ടൈം ഈ ചാനൽ പോയപ്പോഴേ കറക്റ്റ് ഒരു 8 മണി നമ്മൾ അവിടെ എത്തിയത്. മൊത്തം സ്കൂളിൽ അവിടെ ബ്ലോക്ക് ആയിരുന്നു.
കസ്തൂരി മാൻമിഴി മലർ ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മാൻമിഴി മലർ ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. അത് ഏതാ സാധനം പറയാ പോരെ 913 ആണത്. അപ്പൊ നമ്മള് യാലോങ്ബേന്ന് വന്ന് തിരിച്ചു വന്ന് ഒന്ന് ഫ്രഷപ്പായി, കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോ പവനായിയെ കിട്ടിക്കണ്. നമ്മൾ ഈ സാനിയ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് റഷ്യൻസ് മാത്രം, അതാണ് വേറെ ഒരു രാജ്യം, വേറെ രാജ്യക്കാരില്ല, ഈവൻ ഇന്ത്യക്കാർ പോലും നമ്മൾ 5 പേരേ ഉള്ളൂ, വേറെ ആരുമില്ല, ആളില്ല, റഷ്യൻസ് മാത്രം. അല്ല, ഒന്നാമത് സാനിയക്ക് ഒന്നും ഇന്ത്യക്കാര് പൊതുവെ വരില്ല. ഇവര് വരുന്നവര് ഫുള്ള് ഷെൻജൻ, ഹോങ്ജോ, യു ഈ പരിപാടിയേ ഉള്ളൂ. അത് ബിസിനസ്സായിട്ട് വരിക, കാണാനായിട്ട് ആരും ചൈനക്ക് വരില്ല, വളരെ കുറവല്ലേ. റൂമിൽ ഇരിക്കാനേ തോന്നുന്നില്ല, കാരണം ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ്, നല്ല ഇളം തണുപ്പും ഇളം കാറ്റും. നമ്മളിങ്ങനെ പുറത്തു കൂടെ കറങ്ങി നടക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും സ്കൂട്ടി ഉണ്ടല്ലോ, നാളെ ഉച്ച വരെ നമുക്ക് സ്കൂട്ടി 24 മണിക്കൂർ സ്കൂട്ടി ഉണ്ട്. അപ്പം നോക്കിയിട്ട് ഇത് നമ്മുടെ ഫീനിക്സ് സിറ്റി ഐലൻഡിലേക്കുള്ള പാലമാണ്. ഇതാ നിൽക്കുന്ന ബിൽഡിംഗ് ആണ് ഫീനിക്സ് സിറ്റി ഐലൻഡിന്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ. ആ 3 ബിൽഡിംഗ് ആണ്. ഒരു മെയിൻ ഐലൻഡിൽ നിന്ന് ഈ പാലം കയറി നമ്മൾ ഫീനിക്സ് സിറ്റി ഐലൻഡിലേക്ക് പോവാണ്. അത് സംഭവം പവനായേ പാട്ടിടാൻ നോക്കിയപ്പോഴേ കുടുങ്ങിയതാണ് അവിടെ. ഇങ്ങനെ രാത്രികൾ മുഴുവൻ യാത്ര ചെയ്ത് ഇങ്ങനെ പോവാൻ. പ്രവാസൊക്കെ ഉണ്ട്, ബൈക്ക് എടുത്ത് പോയല്ലേ. നമ്മ ഒരു 5th ഇയർ ഒക്കെ ആയപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇനി ഇത് മിസ് ചെയ്യുന്നുള്ളത് തിരിച്ചറിയുന്നതും. എടാ അതിന് ലൈറ്റൊക്കെ ഓഫ് ആക്കിനടാ. സാരില്ല പോട്ടെ. അവരുണ്ട് ഫോണിൽ നോക്കിക്കൊണ്ട് വണ്ടി ഇതും അടവാണ്. ഇതിവിടെ എന്തായാലും റെസിഡൻഷ്യൽ ബിൽഡിംഗ് അങ്ങനെ ഉള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ രസമുണ്ടല്ലേ കാണാൻ. ഫീനിക്സ് സിറ്റി ഐലൻഡ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട 4 ബിൽഡിങ്ങാണ്. ഇവിടെ ഒരെണ്ണം അപ്പുറത്തുണ്ട്. അപ്പം ഇങ്ങനെ 5 ടവറുകൾ. ഇത് ഇവിടെ ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട്. ഇവിടുന്നാണ് നമ്മൾ ഹെലികോപ്റ്റർ സൈറ്റ് സീയിങ് ടൂറിനൊക്കെ പോകുന്നത്. അപ്പം ആകാശത്ത് നിന്ന് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ഐലൻഡ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഫുള്ള് ലൈറ്റപ്പ് ചെയ്ത്, ഇതാണ് 5ാമത്തെ ടവർ കേട്ടോ. രാത്രി ഫുള്ള് ലൈറ്റപ്പ് ചെയ്ത്. പക്ഷെ നമ്മളിപ്പം എത്തിയപ്പോൾ 12 മണിയായി. നമ്മൾ ആ യാലോങ്ബേന്ന് വന്ന വഴിക്ക് തന്നെ ഇങ്ങോട്ട് നേരെ വന്നിരുന്നെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫീനിക്സ് സിറ്റി ഐലൻഡിലുള്ള എന്താ പറയുക ഐക്കോണിക് ബിൽഡിങ്സ് ആണിത്. നല്ല രസമുണ്ട് കാണുന്നത്. ഇത് ലൈറ്റപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഭാഗ്യമില്ല, നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ലേറ്റായി. ഇത് അപ്പാർട്ട്മെൻറ്റ്സ് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. കാരണം അവിടെയൊക്കെ ആളുകൾ സൗണ്ടും ആളുകൾ പുറത്തു വന്നിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല റിച്ച് ആളുകൾ നിൽക്കുന്ന സ്ഥലമായിരിക്കും. കാരണം ഇതൊരു ചെറിയ ഐലൻഡാണ്. മേ ബി ഇത് ഇവർ ഉണ്ടാക്കിയ ഐലൻഡായിരിക്കാം, വന്നിട്ട് പൊക്കിയതായിരിക്കാം. അപ്പം ഇതിൻ്റെയൊക്കെ ഹൈ ഫ്ലോറിലൊക്കെ കയറി നിൽക്കുന്നവർക്ക് എന്താ പറയുക, 2 സൈഡിലും നല്ല കടലിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റുമായിരിക്കും. കാരണം ഇത് വളരെ ചെറിയൊരു ഐലൻഡാണ്. സോ നമ്മളിനി ഇവിടുന്ന് വേറെ എവിടെയും പോകുന്നില്ല, തിരിച്ച് ദാദോങ് ഹൈയിൽ പോകുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മള് രാത്രി കറങ്ങി തിരിഞ്ഞ് ഒരു ചോഫാൻ കട, ഫ്രൈഡ് റൈസിന്റെ കട കിട്ടി. ഫ്രൈഡ് റൈസ് സെറ്റായി. കുറച്ച് കബാബ് നമ്മൾ ഇന്നലെ വാങ്ങിയ ഷിൻജിയാങ്കാരിയുടെ മറ്റേ തട്ടുകടയിൽ നിന്ന്, ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടതാ, ആ കാണുന്ന തട്ടുകടയിൽ നിന്ന്
വാങ്ങി നേരെ ഇവിടെ പാർസലാക്കി കൊണ്ടുവന്ന് ഇവിടുന്ന് കഴിക്കുകയാണ്. ഇപ്പൊ സത്യം പറഞ്ഞാലേ കഴിക്കലും കറങ്ങലും അത് തന്നെയാണ് നമ്മുടെ യാത്രയുടെ ഉദ്ദേശം. മാക്സിമം ചൈനീസ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാം.